ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോൾ ഇന്ന് മഴക്കാലപൂർവ്വ ശുചീകരണം അടക്കമുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഇത് മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെ അധികാര പരിധിയിൽപ്പെടുന്ന ഒന്നല്ല എന്ന് നഗരസഭ പ്രതിരോധിക്കുന്നുണ്ട്. റെയിൽവേയുടെ ADRM കുറച്ചു മുമ്പ് കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് റെയിൽവേയുടെ മാലിന്യമല്ല, ഇവിടേക്ക് മാലിന്യം ഒഴുകിയെത്തുന്നത് നഗരസഭ ആണ് അതിൻ്റെ സംസ്കരണ ചുമതല എന്നുള്ളതാണ്. ഇതൊരു ബ്ലെയിം ഗെയിമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ നമുക്ക് ജീവനുകൾ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ലല്ലോ. അത് ഇവിടെ നമ്മളിപ്പോൾ 33 മണിക്കൂറായി നമ്മുടെ കൂട്ടത്തിൽ ഒരാളിനെ നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ കണ്ടെത്തുന്നതിന് ജീവനോടെ തന്നെ കണ്ടെത്തണമെന്ന ആഗ്രഹത്തോടുകൂടി തന്നെ നമ്മുടെ തെരച്ചിൽ നടക്കുകയാണ്. നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, അതുപോലെ അവരുടെ തന്നെ സ്കൂബ ടീം നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ടീംസ് വന്നിട്ടുണ്ട്, NDRFൻ്റെ ടീം വന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ നേവി വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ കഴിഞ്ഞ 33 മണിക്കൂറായിട്ട് നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ നഷ്ടപ്പെട്ടു. അദ്ദേഹം നഷ്ടപ്പെട്ടത് വെറും ദിവസം 1500 രൂപ കൂലിക്ക് അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ക്ലീനിങ്. ആ ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 2 ദിവസമായി കാണാത്തവർ, തിരുവനന്തപുരത്ത് നഗരവാസികൾ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒരിക്കലെങ്കിലും വന്നിട്ടുള്ളവർ ഈ പർവ്വതി പുത്തനാറിലെ മാലിന്യവും അതിൻ്റെ അവസ്ഥയും അതിനടുത്തുകൂടി പോയാൽ ഉള്ള ഗന്ധവുമൊക്കെ, രൂക്ഷഗന്ധവുമൊക്കെ നമുക്കറിയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് മലയാളികൾ എല്ലാവരും ഇതിപ്പോൾ TV ചാനലുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു അവസ്ഥ നോക്കൂ. ഇപ്പോൾ സുനിത വില്യംസ് സ്പേസിൽ പോയിട്ട് അവർക്ക് മടങ്ങി വരുന്നതിന് വേണ്ടി അവർ പോയ വാഹനത്തിൻ്റെ തകരാറ് പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോഴാണ് 33 മണിക്കൂറായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ, അത് നമ്മൾ തന്നെ നിക്ഷേപിച്ച മാലിന്യത്തിൽപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ ജീവനോടെയോ അല്ലാതെയോ പുറത്തെടുക്കാൻ, അദ്ദേഹത്തെ കണ്ടുകിട്ടാൻ നമ്മൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള എല്ലാ റിസോഴ്സസും നമ്മൾ ഉപയോഗിച്ചിട്ടും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഒരു ദുഃഖസത്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ വസ്തുതകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ വിഷയത്തെ കാണുവാൻ. ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ പറയുന്ന റെയിൽവേ മേൽപ്പാലം അല്ലെങ്കിൽ ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനുകളുടെ പിന്നെ എന്താ പറയുക പ്ലാറ്റ്ഫോംസിൻ്റെ അടിയിലൂടെയുള്ള ഈ കൾവേർട്സ് അല്ലെങ്കിൽ അതിനിടയ്ക്കുള്ള പിന്നെ മാൻഹോൾസ്, ഇതൊന്നും ക്ലീൻ ചെയ്യുന്നതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എത്രത്തോളം ഇത് അടഞ്ഞിട്ടുണ്ടതിനെ കുറിച്ചൊന്നും നമ്മൾ ചർച്ച പോലും ചെയ്യില്ല. അപ്പോൾ ഒരു മനുഷ്യജീവൻ കുരുതി കൊടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഇത്തരത്തിൽ കാണാതാകേണ്ടി വന്നു ഇത്തരത്തിലൊരു അന്വേഷണം നടത്താൻ പോലും. ഇപ്പോഴും റെയിൽവേ കൊടുത്തിരിക്കുന്ന പിന്നെ എന്താ പറയുന്ന അവരുടെ സ്കെച്ച് ആൻഡ് പ്ലാൻ അനുസരിച്ചല്ല അതിലേക്കൂടെ ഓടകൾ പോയിരിക്കുന്നതെന്ന് കാണുന്നു. എന്തായാലും ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ അവസരത്തിൽ രാഷ്ട്രീയം സംസാരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ 33 മണിക്കൂറായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ കാണാതിരിക്കുകയും ആ കാണാതിരിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നതിനിടയ്ക്കും പരസ്പരം ചെളിവാരി എറിയാനാണ് കോർപ്പറേഷനും റെയിൽവേയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്, കോർപ്പറേഷനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ അടിയന്തരമായി ഇടപെടുന്നുണ്ട്. നമ്മൾ ഇന്നലെ നോക്കൂ, ഇന്നലെ വളരെ പെട്ടെന്ന് ഇങ്ങനെ 10:30 മണിക്ക് അയാളെ കാണാതാകുന്നു, 11 മുതൽ അന്വേഷണം ആരംഭിക്കുന്നു, വളരെ ലാഘവത്തോടുകൂടി നമ്മൾ തുടങ്ങുന്നു. സ്വാഭാവികമായിട്ട് അവിടെ എവിടെയെങ്കിലും കാണും, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിരിക്കാം എന്നൊക്കെ കരുതിക്കൊണ്ട് നമ്മൾ, പക്ഷേ അദ്ദേഹത്തെ കിട്ടാതാകുമ്പോഴാണ് അതിൻ്റെ ഗൗരവം ഓരോ മണിക്കൂർ കഴിയുന്തോറും നമ്മളെ സംബന്ധിച്ച്, പിന്നെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച്, ഭരണകർത്താക്കളെ സംബന്ധിച്ച്, സാധാരണക്കാരെ സംബന്ധിച്ച് ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ടു വരുന്നത്. 33 മണിക്കൂർ കഴിഞ്ഞിട്ടും അതിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോർപ്പറേഷൻ പരാതി പറയുന്നു റെയിൽവേയുടേതാണ്, റെയിൽവേ പരാതി പറയുന്നു കോർപ്പറേഷനാണ്. റെയിൽവേ ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് 2015-ലും 2017-ലും 2019-ലും ഒക്കെ ഈ പിന്നെ റെയിൽവേയുടെ ഭാഗത്ത് ക്ലീനിങ് നടത്തിയിട്ടുള്ളത് കോർപ്പറേഷനാണെന്ന് പറയുന്നു. റെയിൽവേയുടെ മാത്രം ചപ്പുചവറുകളല്ല അല്ലെങ്കിൽ വേസ്റ്റുകളല്ല. എന്നിട്ടും കഴിഞ്ഞ വർഷം അവർ വൃത്തിയാക്കി എന്നുള്ളതാണ് ഏറ്റവും അവസാനം ADRM പറയുന്നത്. അതിനു മുന്നിൽ നഗരസഭ കൊടുത്തിരിക്കുന്ന പല നോട്ടീസുകളുണ്ട്. ഇത് വൃത്തിയാക്കാത്തത് മൂലം വെള്ളക്കെട്ടുണ്ടാകുന്നു. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇവർ തമ്മിലുള്ള ഒരു തർക്കം, ആ തർക്കത്തിൽ ആര് ശരി ആര് തെറ്റ് എന്ന് സ്ഥാപിക്കാനുള്ള സമയമല്ല ഇത്. ഇത് നേരത്തെ വേണമായിരുന്നു. ഈ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തമ്മിൽ തർക്കമുണ്ടെങ്കിൽ അത് ശ്രീ ജി തോംസൺ സാർ പറഞ്ഞതുപോലെ അത് പരിഹരിക്കപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് മേയറുടെ കയ്യിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ കൈവശം കൊണ്ട് റെയിൽവേ നിലയ്ക്ക് നിർത്താനോ അല്ലെങ്കിൽ റെയിൽവേക്ക് കോർപ്പറേഷൻ നിലയ്ക്ക് നിർത്താനോ കഴിയുന്നില്ലായിരുന്നെങ്കിൽ അതിന് അപ്പർ ബോഡികളുടെ സഹായം തേടണമായിരുന്നു. അതിനാണല്ലോ സംസ്ഥാന സർക്കാർ ഉള്ളത്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ആർട്ടിക്കിൾ, ഞാൻ സ്വാഭാവികമായിട്ട് ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഞാൻ അതേക്കുറിച്ചൊക്കെ നോക്കുമ്പോൾ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രീ ബിജു പ്രഭാകരൻ്റെയൊക്കെ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. 2021 ഒക്ടോബർ 16 ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ്. ഇവർ ഈ ഓപ്പറേഷൻ പിന്നെ എന്താ പറയുന്നത് ഓപ്പറേഷൻ അനന്ത നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട് ഏകദേശം 10-60 കോടി രൂപ ചിലവാക്കിക്കൊണ്ട് 2015-ൽ തയ്യാറാക്കിയത്, അത് അന്നത്തെ UDF സർക്കാരിൻ്റെ കാലത്ത് തയ്യാറാക്കിയത്, ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയത്, തിരുവനന്തപുരത്തെ മന്ത്രിയായിരുന്ന ശ്രീ VS ശിവകുമാർ ഉൾപ്പെടെ മേൽനോട്ടം നൽകിയത്. പക്ഷേ അവരൊക്കെ ടെക്നിക്കലായി നമ്മുടെ ജി തോംസൺ സാർ പറഞ്ഞതുപോലെ അതിനകത്ത് ഇടപെട്ടിട്ടില്ല. അന്നത്തെ പിന്നെ നമ്മുടെ കളക്ടറായിരുന്ന ശ്രീ ബിജു പ്രഭാകർ, ഇവർ രണ്ടുപേരും എല്ലാ ദിവസവും മാതൃഭൂമി പത്രത്തിൽ ഉൾപ്പെടെ എല്ലാ ദിവസവും നമ്മൾ കാണാറുണ്ട്. ഇവർ ഈ പദ്ധതി പ്രദേശത്തേക്ക് ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ ബിജു പ്രഭാകറും ഒക്കെ പോയി പരിശോധിക്കുന്നതും അതിൻ്റെ ഇടപെടലുകൾ നടത്തുന്നതുമൊക്കെ. അന്ന്
ഒരുപാട് ആക്ഷേപങ്ങൾ അവർ കേട്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും. കാരണം അവിടെ പിന്നെ എന്താ പറയുക, കച്ചവടക്കാരെ സംബന്ധിച്ച് അവരുടെ കടയുടെ മുമ്പിൽ പൊളിച്ചിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആക്ഷേപം കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അതിനുശേഷം 3-4 വർഷത്തേക്ക് ഇതിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള അതിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടിരുന്നതാണ്. പക്ഷേ 2015 അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഒറ്റ വർഷത്തേക്ക് മാത്രം നിലനിർത്തി കൊണ്ടുപോവുകയും പിന്നീട് വന്ന സർക്കാർ അത് ഫോളോ അപ്പ് നടത്തിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ പറഞ്ഞാൽ പൊളിറ്റിക്കലായി പോകും. പക്ഷേ ജിജി തോംസൺ സാർ തന്നെ പറയുമ്പോൾ അതിൻ്റെ ഗൗരവം വളരെ വലുതാണെന്ന് നമ്മൾ മറക്കരുത് ഒന്നുകൂടി. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇത്തരത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ മേയറൊക്കെ വന്നതെന്ന് ഇന്നലെയും നോക്കി നമ്മൾ കാണുമ്പോൾ 24 മണിക്കൂറും ആര് മൈക്ക് വെച്ചാലും ആദ്യം പറയുന്നത് റെയിൽവേക്കെതിരായിട്ടാണ്. അതല്ലല്ലോ വേണ്ടത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തൻ നഷ്ടപ്പെടുമ്പോൾ അത് എന്തുകൊണ്ട് ഇത്രയും പിന്നെ വീഴ്ച, അത് കോർപ്പറേഷൻ്റെ ഭാഗത്തായാലും റെയിൽവേയുടെ ഭാഗത്തായാലും അല്ലെങ്കിൽ പി ഡബ്ല്യുടെ ഭാഗത്തായാലും അല്ലെങ്കിൽ നോക്കൂ, ഇറിഗേഷൻ മിനിസ്റ്റർ പറഞ്ഞു ഇപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തേണ്ട സമയമല്ല. ഇറിഗേഷൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ട്, റെയിൽവേയുടെ ഭാഗത്ത് വീഴ്ചയുണ്ട്, കോർപ്പറേഷൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്ന് വളരെ പക്വമായ ഒരു കമൻറ്റാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നുള്ളത്. അത് നമ്മൾ കൃത്യമായി പറയുകയും വേണമല്ലോ. ഇറിഗേഷൻ മിനിസ്റ്റർ പറഞ്ഞതിൻ്റെ ഒരു ധ്വനി അതവിടെ പിന്നെ എന്താ പറയുന്നത്, രാഷ്ട്രീയത്തിന് അതീതമായി ഈ സംഭവത്തിൻ്റെ ഈ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയുള്ള ഒരു കമൻറ്റായിരുന്നു. എന്നാൽ ബാക്കി ഭാഗത്ത് വന്നിരിക്കുന്ന അത്തരത്തിലല്ല. അപ്പോൾ അവിടെ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, റവന്യൂ ഉണ്ട്, ഇറിഗേഷൻ ഉണ്ട്, മൈനർ ഇറിഗേഷൻ ഉണ്ട്, മേജർ ഇറിഗേഷൻ ഉണ്ട്, കോർപ്പറേഷൻ ഉണ്ട്, റെയിൽവേ ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്. ഇവരെല്ലാവരും ചേർന്ന ഒരു സംവിധാനമാണ് ഇത്തരത്തിൽ ഓടയും ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ നേരത്തെ വേണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷമടക്കം മുന്നോട്ട് വെക്കുന്ന ആക്ഷേപം എന്ന് പറയുന്നത്.